ഹായ് സ്റ്റുഡൻസ്, ഈസി കൊമേഴ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് +1 കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു മേഖലയാണ് അക്കൗണ്ടിങ്ങിലെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വെറും 4 ക്ലാസ് കൊണ്ട് ഈ ഫൈനൽ അക്കൗണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫൈനൽ അക്കൗണ്ടിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനും ഫൈനൽ അക്കൗണ്ട് ടാലി ആവാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് എന്നോട് ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡർ. ആരാണ് സോൾ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകാംഗ ബിസിനസ് വ്യാപാരി എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തിട്ട് അതിൽ നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ സ്വയം വഹിക്കും, അതുപോലെ ലാഭം ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അതും എന്ത് ചെയ്യും, സ്വയം ഏറ്റെടുക്കും. ഇങ്ങനെ ചെയ്യുന്ന ആളേനെ പറയുന്ന പേരാണ് സോൾ ട്രേഡർ എന്ന് പറയുന്നത്. സോൾ ട്രേഡേഴ്സ് എന്ത് തയ്യാറാക്കുന്നുണ്ട്, ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് പ്രോഫിറ്റാണോ ലോസ് ആണോ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ബിസിനസ് ഓണേഴ്സ് തയ്യാറാക്കി വയ്ക്കുന്ന ബുക്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക്കാണ്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ബേസിസിലാണ് ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ തെറ്റ് വരുത്താതെ വേണം എന്ത് പ്രിപ്പയർ ചെയ്യാൻ, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇനി ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് 3 ടൈപ്പ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാലൻസും ഫിഗറിൽ നിന്നാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ബുക്ക് ഓഫ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. തേർഡ് അക്കൗണ്ടാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസറ്റും ലയബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമുക്ക് ലാഭവും നഷ്ടവും ഉണ്ടായതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നത്, തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് അക്കൗണ്ടിൻ്റെ ബേസ്, ഈ 3 ടൈപ്പ് ഓഫ് അക്കൗണ്ടിന് പറയുന്ന പേരാണ് ഫൈനൽ അക്കൗണ്ട്. മറ്റൊരു പേരാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഓരോ അക്കൗണ്ടും എന്താണെന്ന് നോക്കാം. അതുപോലെ ഓരോ അക്കൗണ്ടിലെ പ്രോബ്ലംസ് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാമെന്നും കൂടെ പഠിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മാത്രം പറയുകയാണ്. അടുത്ത ക്ലാസ്സിൽ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പറയാം, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. പിന്നീട് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലംസും കൂടെ വർക്കൗട്ട് ചെയ്ത് ഒരു 4 പാർട്ടോട് കൂടിയിട്ട് നമുക്ക് എന്ത് അവസാനിപ്പിക്കാം, ഈ ഭാഗം ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് prepared to find out the gross profit earned or gross loss suffered by the business from business activities during an accounting year. അപ്പോൾ എന്താ പറയുന്നത്, ഒരു അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് ജനറലി എന്താ വരിക, 1 ഏപ്രിൽ തൊട്ടിട്ട് 31 മാർച്ച് വരെയാണ്. ചില കമ്പനീസ് എന്ത് ചെയ്യാറുണ്ട്, ജനുവരി മുതൽ ഡിസംബർ വരെ എടുക്കാറുണ്ട്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഒരുപാട് എന്ത് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരിക്കും, ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരിക്കും. ആ ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ബിസിനസ് ഓണേഴ്സ് ലോസ് ആണോ ഉണ്ടായത് അതോ പ്രോഫിറ്റ് ആണോ ഏൺ ചെയ്തത് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒന്നുമില്ല, അവിടുത്തെ ബിസിനസ് ഓണേഴ്സ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് ഓണേഴ്സ് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്. ഗ്രോസ് ലോസ് ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ പറയാറുള്ളത്. അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ഡെബിറ്റിംഗ് ദി അക്കൗണ്ട് വിത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് മുതലായവ. ദ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ഈസ് മോർ ദാൻ ഡിഫറൻസ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. ക്രെഡിറ്റ് സൈഡ് ടോട്ടലാണ് കൂടുതലെങ്കിൽ ആ ഡിഫറൻസിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്നും, ഡെബിറ്റ് സൈഡ് ടോട്ടലാണ് കൂടുതലെങ്കിൽ ആ ഡിഫറൻസിനെ ഗ്രോസ് ലോസ് എന്നും പറയുന്നുണ്ട്. ഈ ഗ്രോസ് ലോസും ഗ്രോസ് പ്രോഫിറ്റും പിന്നീട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇനി നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് സൈഡിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദനം തൊട്ടിട്ട് എന്തുവഴി അതിൻ്റെ വിതരണം വരെ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന ആ സമയം വരെയില്ലേ, ഒരു ഗുഡ് ഈ പർച്ചേസ് ചെയ്തിട്ട് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ സമയം വരെ ഉള്ള ആ എക്സ്പെൻസിനെയാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. കാരണം ഒരു സോപ്പാണെങ്കിൽ ആ സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ചിലവിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. കാരണം ആ സോപ്പ് നിർമ്മിക്കണമെങ്കിൽ എണ്ണ വേണം, അങ്ങനെയുള്ള കുറച്ച് റോ മെറ്റീരിയൽസ് വേണം. ആ റോ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൺവേർട്ട് ചെയ്തിട്ട് സോപ്പാക്കി മാറ്റുന്നവരെ അതുവരെയുള്ള എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, അതുപോലെ എക്സ്പെൻസസ് ഓൺ പർച്ചേസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി, ടാക്സ് ഓൺ പർച്ചേസ് എന്ന് വെച്ചാൽ പർച്ചേസിൻ്റെ സമയത്ത് വരുന്ന എക്സ്പെൻസസ്, അത് ഡ്യൂട്ടി ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ടാക്സ് കൊടുത്തിട്ടായിരിക്കും. ഇതൊക്കെ എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ക്യാരേജ്, ഫ്രൈറ്റ് ഇൻവേർഡ്സ്, ക്യാരേജ് ഇൻവേർഡ്സും അതുപോലെ ഫ്രൈറ്റ് ഇൻവേർഡ്സും. പിന്നെ പ്രൊഡക്ഷൻ എക്സ്പെൻസസ്, പ്രൊഡക്ഷൻ സമയത്ത് വന്നിട്ടുള്ള എക്സ്പെൻസസ് ഏതൊക്കെയാണ്, പവർ, ഫ്യൂവൽ, വാട്ടർ തുടങ്ങിയിട്ടുള്ള എക്സ്പെൻസസ്. പിന്നെ ഫാക്ടറി എക്സ്പെൻസസ്, ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസസ്. കാരണം നമ്മളിപ്പോൾ ഒരു സോപ്പ് കമ്പനി ആണെങ്കിൽ ആ സോപ്പ് നിർമ്മിക്കണമെങ്കിൽ എന്തോ ആവശ്യമായിരിക്കും, അവിടെ ലൈറ്റിങ് വേണ്ടി വരും, റെൻറ്റ് കൊടുക്കേണ്ടി വരും. ഫാക്ടറി റെൻ്റ് എന്ന് കൃത്യമായിട്ട് പറയണം കേട്ടോ, ഫാക്ടറി റെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻസിനെയാണ് ഫാക്ടറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രൊഡക്ഷനുമായി ബേസ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസസുമാണ് ഡയറക്റ്റ് എക്സ്പെൻസിൽ വരിക. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഈ എക്സ്പെൻസ് ഏതെങ്കിലും തന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവണത് അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. ഏത് സൈഡിൽ കാണിക്കേണ്ടതാണ്, ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ തിയറി പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേഡിംഗ് അക്കൗണ്ടിന് രണ്ട് സൈഡ് ഉണ്ടായിരിക്കും, ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ടായിരിക്കും. അതിൽ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് കാണിക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ക്രെഡിറ്റ് സൈഡിൽ ഏത് കാണിക്കും, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് എന്ത് കാണിക്കുക, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുകയാണ്. ഇത് നമ്മൾ തിയറി പറയുന്ന കേസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സൈഡ് തന്നെയാണ് എന്ത് പറയുന്നത്, ഒരു ഫോർമാറ്റായിട്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഡെബിറ്റ് സൈഡ് നോക്കുക. ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക, അതിൻ്റെ എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതുക. നെക്സ്റ്റ് വരുന്ന ആയിട്ടാണ് പർച്ചേസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും, ചിലപ്പോൾ റിട്ടേൺസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, റിട്ടേൺ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് അതിൽ നിന്ന് പർച്ചേസിൽ നിന്ന് കുറച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതാൻ. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ പറഞ്ഞു, പ്രൊഡക്ഷൻ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അങ്ങനത്തെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതണം. പിന്നെ ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കുക. ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് കാണിക്കേണ്ട എന്തായിട്ടാണ്, സെയിൽസ് ആണ്. സെയിൽസിൻ്റെ താഴെ എന്ത് ചെയ്യണം, സെയിൽസ് റിട്ടേൺ ഉണ്ടാവും, അത് കുറച്ചിട്ട് എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതാം. പിന്നീട് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, കഴിഞ്ഞ വർഷത്തെ ക്ലോസ് ചെയ്ത് വരുന്ന സ്റ്റോക്ക് ഉണ്ടായിരിക്കും. ആ സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ട് ഔട്ടർ കോളത്തിൽ എന്ത് ചെയ്യാം, എമൗണ്ട് എഴുതാം. ഇനി വരുന്ന ഐറ്റമാണ് നമ്മളുടെ ഇവിടെ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡിലും എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും വരുന്നുണ്ട്. അതിൽ ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അവിടെ എന്ത് വരിക, ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ ഇൻകമാണ് കൂടുന്നതെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റാണ് വരുന്നത്. ഡെബിറ്റ് സൈഡിലല്ലേ നമ്മൾ എക്സ്പെൻസസ് എഴുതുന്നത്, ആ സൈഡാണ് കൂടുന്നതെങ്കിൽ അവിടെയാണ് എന്ത് വരുന്നത്, ഗ്രോസ് ലോസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റായിട്ട് പറയാനുള്ളത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്യുന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്, മറ്റു പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തത്തിൽ തയ്യാറാക്കാതെ ഷോർട്ടസ്റ്റ് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ തയ്യാറാക്കാൻ വേണ്ടി മാത്രം ക്വസ്റ്റ്യൻ വരാറുണ്ട്. സാധാരണഗതിയിൽ ട്രയൽ ബാലൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ട്രയൽ ബാലൻസ് നമുക്കറിയാം, ലെഡ്ജേഴ്സിൻ്റെ ബാലൻസ് എന്നൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രയൽ ബാലൻസ് എന്നാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ വെറുതെ കുറച്ച് ഐറ്റംസ് തന്നിരിക്കുകയാണ്, ട്രയൽ ബാലൻസ് ആയിട്ടൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഇതൊന്ന് എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. From the following balances extracted from the books of Raja and Sons, prepare a trading account for the year ended 31st March 2012. ഇപ്പോൾ രാജ ആൻഡ് സൺസിൻ്റെ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ വരുന്ന ഫിഗേഴ്സാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 2012 മാർച്ച് 31 ഇയർ എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പെർട്ടിക്കുലേഴ്സ് അതിലേക്ക് വരുന്ന ഐറ്റംസാണ്
ചുവടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഐറ്റംസും ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 6500 പിന്നെ രണ്ടാമത്തെ ഐറ്റമാണ് പർച്ചേസ്. 45,000 രൂപയ്ക്ക് പർച്ചേസ് നടന്നിട്ടുണ്ട്. സെയിൽസ് നടന്നിട്ടുണ്ട് 72,000 രൂപയ്ക്ക്. പർച്ചേസ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. 500 രൂപയ്ക്ക് പർച്ചേസ് റിട്ടേൺ വന്നിട്ടുണ്ട്. സെയിൽസ് റിട്ടേൺ വന്നിട്ടുണ്ട് 1500 രൂപയ്ക്ക്. ക്യാരേജ് 1200, വേജസ് 4800, ഫ്യൂവൽ ആൻഡ് പവർ 3200, ക്ലോസിംഗ് സ്റ്റോക്ക് 8000. ഇത്രയാണ് ഐറ്റംസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ഫോർമാറ്റ് മനസ്സിൽ വേണം. ഏതൊക്കെയാണ്? 2 സൈഡ് ഉണ്ടായിരിക്കും. ഡെബിറ്റ് സൈഡ് ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് സൈഡ് ഉണ്ടായിരിക്കും. ഡേറ്റ് കോളം എന്തിനുണ്ടായിരിക്കില്ല? ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ വന്നു. ആ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഓരോ ഐറ്റം നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ എവിടെ കാണിക്കേണ്ട ഐറ്റമാണ്? ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. സെയിൽസ് എവിടെ കാണിക്കേണ്ട ഐറ്റമാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. അതുപോലെ പർച്ചേസ് റിട്ടേൺ എന്താ ചെയ്യേണ്ടത്? പർച്ചേസ് തന്നിട്ടുണ്ടായിരിക്കും, അതിൽ നിന്നും ലെസ് ചെയ്ത് കാണിക്കേണ്ട ഐറ്റമാണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെയിൽസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ആ സെയിൽസ് ഒന്നും എന്ത് ചെയ്യുക? സെയിൽസ് റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. പിന്നെ ക്യാരേജ്, വേജസ്, ഫ്യൂവൽ ആൻഡ് പവർ, ഇതൊക്കെ എന്താണ്? ഈ 3 ഐറ്റം എന്താണ്? ക്യാരേജും വേജസും ഫ്യൂവൽ ആൻഡ് പവറും ഫാക്ടറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെന്ത് എക്സ്പെൻസാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ കാണിക്കേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ കാണിക്കണം. നമ്മളെ ഫോർമാറ്റ് പ്രകാരമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ മാർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ബേസിസിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ആൻസർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ എവിടെ കാണിച്ചു? ഫസ്റ്റ് നമ്മൾ ഹെഡിങ് കൊടുക്കണം. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31 ഡിസംബർ 2020 എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് 6500 കാണിച്ചിട്ടുണ്ട്. പർച്ചേസ് ഡെബിറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് 45,000. അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? റിട്ടേൺ കുറച്ചിട്ടുണ്ട്. അപ്പോൾ 44,500 ഔട്ടർ കോളത്തിലേക്ക് എമൗണ്ട് എഴുതുക. പിന്നെ ക്യാരേജ്, വേജസ്, ഫ്യൂവൽ ആൻഡ് പവർ 3 എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അതും എന്ത് എഴുതുക? ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. ഗ്രോസ് പ്രോഫിറ്റ് അവിടെ കിടക്കട്ടെ. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ബാലൻസിങ് ഫിഗറാണത്. പിന്നെ സെയിൽസ് 72,000 അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അതിൽ നിന്ന് 1500 റിട്ടേൺ കുറച്ചിട്ട് 70,500 എന്ത് ചെയ്തു? ഔട്ടർ കോളത്തിലേക്ക് എഴുതി. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കും 8000. ഇനി രണ്ട് സൈഡും കൂട്ടുക. ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കുക. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഏത് സൈഡാണ് കൂടുതൽ? നിങ്ങൾക്ക് കൂട്ടി നോക്കിയാൽ കാണാം. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കുറവാണ്. അപ്പോൾ കൂടുതലുള്ള സൈഡ് എന്ത് ചെയ്യുക? കൂടുതലുള്ള സൈഡിലല്ല, കുറവുള്ള സൈഡിലാണ് എന്ത് ചെയ്യുക? ബാലൻസിങ് ഫിഗർ വരിക. കാരണം അവിടെയല്ലേ ബാലൻസ് ആവാൻ ബാക്കിയുള്ളത്. കാരണം അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ബാലൻസ് എത്രയാണോ നമ്മൾ ബാലൻസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെന്ന് പറഞ്ഞില്ലേ? ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡിലേക്ക് വന്നിട്ടുള്ള ടോട്ടൽ മൈനസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ബാലൻസിങ് ഫിഗർ നമ്മൾ എന്ത് ചെയ്യുക? ഏത് സൈഡാണോ കുറവ് ആ കുറവുള്ള സൈഡിൽ കാണിക്കുക. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവ് ആയതുകൊണ്ട് ഗ്രോസ് പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. ഈ ബിസിനസ് എന്തിലാണ്? പ്രോഫിറ്റിലാണ്, ലാഭത്തിലാണ്. 18,300 രൂപ പ്രോഫിറ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ബിസിനസ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് മനസ്സിലായാൽ മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പറേഷൻ നടക്കുകയുള്ളൂ. ഡയറക്റ്റ് എക്സ്പെൻസസ് മനസ്സിലാവണം. ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എക്സ്പെൻസിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് എക്സ്പെൻസ് കൊടുത്തിട്ട് അത് കാണാതെ പഠിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ളതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടായിരിക്കില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് സൈഡും ബാലൻസ് ചെയ്യുമ്പോൾ ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കുക. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റാണ്, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് ലോസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ബാലൻസ് ചെയ്ത് അതിനെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് കാണിക്കുകയും ചെയ്യുക. ഇനി ഇതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആഫ്റ്റർ ഫൈൻഡിങ് ഔട്ട് ദി ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ബൈ പ്രിപ്പയറിംഗ് trading account, profit and loss account is prepared to find out the net profit or net loss of the business during an accounting year. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ കണ്ടുപിടിക്കുന്നത് ഒരു അക്കൗണ്ടിങ് ഇയറിലെ നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും. എന്താ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്ത ലാഭവും മൊത്ത നഷ്ടവുമാണ് എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കണ്ടുപിടിക്കുന്നത്. ഇറ്റ്
ബിഗിൻസ് വിത്ത് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ട്രാൻസ്ഫർ ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട്. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുന്നത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്തെടുത്തെന്നാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. ഇസ് ഡെബിറ്റഡ് വിത്ത് ആൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻകംസും റവന്യൂസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ദ നെറ്റ് എമൗണ്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് ഈസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ഇതൊന്നൊക്കെ ചെയ്ത് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസുമാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കണ്ടുപിടിച്ചത്. നെറ്റ് ലോസും നെറ്റ് പ്രോഫിറ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ജനറലി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്പൈൻ ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ വന്നാൽ മാത്രമേ നമ്മൾ വെവ്വേറെ അക്കൗണ്ട് വരച്ചിട്ട് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് നെറ്റ് ലോസ് കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ലാഭം മൊത്തം നഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്തതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ഫാക്ടറിയുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസസ്, ട്രാവലിംഗ് ചാർജസ്, അഡ്വർടൈസ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള എക്സ്പെൻസസുകളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഇൻകംസ് എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ്, റവന്യൂ റിസീവ്ഡ് വരുന്ന ഇൻകംസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഇനി നിങ്ങൾക്ക് പ്രൊഫോമ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടെ മനസ്സിലാകും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രൊഫോമ. ആദ്യം ഒരു ഹെഡിങ് ഉണ്ടായിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ്. എത്രയാണോ ഡേറ്റ് വെച്ചാൽ ആ ഡേറ്റ് അവിടെ എഴുതുക. ഇനി രണ്ട് സൈഡ് ഉണ്ടായിരിക്കും, ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ടായിരിക്കും. ഡെബിറ്റ് സൈഡിൽ ഗ്രോസ് ലോസ് എന്ന് വെച്ചാൽ ഗ്രോസ് ലോസ് ആണ് ഉണ്ടായതെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിടേണ്ടത്. പിന്നെ ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, എന്തൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ അതൊക്കെ ഇവിടെ കാണിക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയതെങ്കിൽ അതെന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിടണം. അതുപോലെ ഇൻഡയറക്റ്റ് ഇൻകംസും അല്ലെങ്കിൽ ഗെയിൻസും എന്ത് ചെയ്യുന്നുണ്ട്? ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഇനി നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ ഇറ്റ് ഈസ് ക്രെഡിറ്റ് സൈഡ് മോർ. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ എന്താണ് വരിക? നെറ്റ് പ്രോഫിറ്റ് ആണ് വരിക, അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നെറ്റ് ലോസ് ആണ്, അവിടെ നഷ്ടമാണ് വരിക. കാരണം ഡെബിറ്റ് അല്ലേ കൂടുതൽ. അപ്പോൾ ഡെബിറ്റ് കൂടുതലാണെങ്കിൽ നെറ്റ് ലോസ് ആണ്, അതെന്ത് ചെയ്യുക? അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ഈ കിട്ടിയ നെറ്റ് ലോസ് ആണെങ്കിലും നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാറ്റുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞു ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകംസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും കൂടെ നോക്കാം. ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് ഇൻകംസ് എന്ന് കാണാൻ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ അതോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ നമുക്ക് മനസ്സിലാവണം. ഫസ്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെ നോക്കാം. എന്ന് വെച്ചാൽ ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാത്ത എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്താ പറയുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് സാലറീസ്, ക്യാരേജ് ഔട്ട്വേർഡ്, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, അഡ്വർടൈസിങ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ്, എക്സെട്ര, കമ്മീഷൻ അലൗഡ് ഒക്കെ എന്ത് വരുന്നുണ്ട്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇൻഡയറക്റ്റ് ഇൻകംസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നില്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ? അത് ഏതൊക്കെയെന്ന് നോക്കാം. റെൻറ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്, ഡിവിഡൻഡ് ഏൺഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സെട്ര. അപ്പോൾ ഇത്രയും കാണിക്കുന്ന ഐറ്റംസൊക്കെ ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻകംസും. അപ്പോൾ നമുക്കൊരു ഐറ്റം തന്നു കഴിഞ്ഞാൽ അത് ആദ്യം എന്ത് മനസ്സിലാവണം? അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കണം. നമുക്ക് ഫ്യൂവൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്യൂവൽ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. സാലറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവണം? സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് നമ്മൾ എവിടെ കാണിക്കണം എന്ന് മനസ്സിലാവണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം എന്ന് മനസ്സിലാവണം. അതിനാദ്യം ഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് പഠിച്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുഞ്ഞു ക്വസ്റ്റ്യനാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷൻ മാത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രയൽ ബാലൻസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ട്രയൽ ബാലൻസ് ആയിട്ടല്ല, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടേ ഉള്ളൂ. അപ്പം ശ്രദ്ധിക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മിസ്സസ് ഷാമിൽ ബ്രോസ്. അപ്പോൾ ഷാമിൽ ബ്രോസിൻ്റെ ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ബേസിസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇയർ എൻഡിങ് തന്നിട്ടുണ്ട് 31 ഡിസംബർ 2020 ആണ്. ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, കാരണം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് ബാലൻസ് ഇവിടെ ഡയറക്റ്റ് തരികയാണ് ചെയ്തിരിക്കുന്നത് 97,000.
ഡിസ്കൗണ്ട് അലൗഡ് 2000, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 2000, ഓഫീസ് റെൻറ്റ് 5000, റിപ്പയേഴ്സ് 42,400, പിന്നെ ഇൻഷുറൻസ് പ്രീമിയം 5100, ടെലിഫോൺ ചാർജ് 1000, ഡിസ്കൗണ്ട് റിസീവ്ഡ് 3000, ഇൻട്രസ്റ്റ് ഏൺഡ് ഡ്യൂറിങ് ദി ഇയർ 5000. അപ്പോൾ നമ്മളിതിൽ ഇൻഡയറക്റ്റ് ഇൻകംസ് ഏതൊക്കെയാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് പ്രോബ്ലം ആൻസർ ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളെ പ്രൊഫോമ പ്രകാരം എവിടെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മുടെ പ്രൊഫോമ പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. എല്ലാ എക്സ്പെൻസും എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് വെച്ചാൽ പ്രിൻറ്റിങ്ങിനും സ്റ്റേഷനറിക്കൊക്കെ വന്നിട്ടുള്ള ചിലവാണ്. അപ്പോൾ ചിലവെന്ന് വെച്ചാൽ ഡെബിറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ. ഓഫീസ് റെൻറ്റ്, ഫാക്ടറി റെൻ്റ് ആണെങ്കിൽ എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ഓഫീസ് റെൻ്റ് ആയതുകൊണ്ട് റെൻറ്റ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്? വരുമാനമല്ല, ചിലവാണ്. ചിലവ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ. റിപ്പയേഴ്സ്, നമുക്ക് തകരാറ് വന്നു കഴിഞ്ഞാൽ അത് പരിഹരിച്ച പൈസയാണ് റിപ്പയർ. ആ റിപ്പയർ ചെയ്ത പൈസ നമ്മൾ എന്താ കാണിക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇൻഷുറൻസ് പ്രീമിയം, നമ്മൾ അടച്ച പൈസയാണ്, ഒരു ബിസിനസ്സുകാരൻ അടച്ച പൈസയാണ്, പേയ്മെൻ്റ് ആണ്, ഡെബിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ടെലിഫോൺ ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അടച്ച പൈസയാണ്, ഫോണിന് ബില്ല് കൊടുത്ത പൈസയാണ് 1000 രൂപ. അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ് അല്ല, ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരുമാനം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡാണ് കാണിക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഏൺഡ് ഡ്യൂറിങ് ദി ഇയർ, ഈ ഇയറിൽ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് 5000 രൂപ കിട്ടിയിട്ടുണ്ട്. ഏൺഡ് കിട്ടുകയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? അത് വരുമാനമാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഐറ്റംസ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കോളം വരയ്ക്കണം. ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ടായിരിക്കും, ഒരു ക്രെഡിറ്റ് സൈഡ് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഐറ്റം ഗ്രോസ് പ്രോഫിറ്റ് എന്ത് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു, 97,000 രൂപ. പിന്നെ നെക്സ്റ്റ് ഐറ്റം ഡിസ്കൗണ്ട് അലൗഡ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഓഫീസ് റെൻറ്റ്, റിപ്പയേഴ്സ്, ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ചാർജ്, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെ കാണിച്ചു? ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡും ഇൻട്രസ്റ്റ് ഏൺഡ് ഡ്യൂറിങ് ദി ഇയറും, ഇത് രണ്ടും എന്താണ്? ഇൻകമാണ്. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി എന്ത് ചെയ്യണം? രണ്ടും ബാലൻസ് ചെയ്യണം. ആദ്യം ക്രെഡിറ്റ് സൈഡ് കൂട്ടുക, പിന്നെ ഡെബിറ്റ് സൈഡ് കൂട്ടുക. അപ്പോൾ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും കൂട്ടിയപ്പോൾ ഏറ്റവും കൂടുതലുള്ള എമൗണ്ട് എവിടെയാണ്? ക്രെഡിറ്റ് സൈഡാണെന്ന് കിട്ടും. നിങ്ങൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ 1,05,000 രൂപ ക്രെഡിറ്റ് സൈഡ് ബാലൻസ് കിട്ടും. ഡെബിറ്റ് സൈഡ് ബാലൻസ് ക്രെഡിറ്റ് സൈഡ് ബാലൻസിനൊക്കെ കുറവാണ്. അപ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്ത് നോക്കണം? ബാലൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ്, കാരണം ഡെബിറ്റ് അല്ലേ കുറവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുമാനം കൂടുതലും അവിടെ ചിലവ് കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ടാണ് നെറ്റ് പ്രോഫിറ്റ്. നമ്മൾ ഈ 1,05,000 ബാലൻസ് എല്ലാ ഡെബിറ്റ് ആയിട്ടും ബാലൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 87,500 രൂപ കിട്ടും. അത് നമ്മൾ എന്താണ്? നെറ്റ് പ്രോഫിറ്റാണ്. ഇത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ടാണ്. അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം. ഇനി നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് പറയുന്നത്. ഫ്രം ദി ഫോളോയിങ് ബാലൻസസ് ഒബ്റ്റെയിൻഡ് ഫ്രം few accounts of Mr. H. Balram prepare trading and profit and loss account. ജനറലി ക്വസ്റ്റ്യൻ വരിക ഇങ്ങനെയാണ്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ശ്രദ്ധിക്കുക, അത് രണ്ടും സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ടല്ല നമ്മൾ ചെയ്യുക. ഒരൊറ്റ അക്കൗണ്ടിലാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കാണിക്കുക. സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട് വേറെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേറെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള ഓരോ ഐറ്റംസും നോക്കുക. സ്റ്റോക്ക് ഓൺ 1st April 2004. 1st April 2004 സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 8,000 രൂപയാണ്. പിന്നെ പർച്ചേസ് ഫോർ ദി ഇയർ 22,000, സെയിൽസ് ഫോർ ദി ഇയർ 42,000, പർച്ചേസ് എക്സ്പെൻസസ് 2,500, സാലറീസ് ആൻഡ് വേജസ് 3,500, അഡ്വർടൈസ്മെൻറ്റ് 1000, ബാഡ് ഡെപ്റ്റ് 1,200, റെൻറ്റ് 1,200, ഡിസ്കൗണ്ട് അലൗഡ് 600, കമ്മീഷൻ പെയ്ഡ് 1,100, സെയിൽസ് എക്സ്പെൻസസ് 600, റിപ്പയേഴ്സ് 600. ഇത്രയും ഐറ്റംസാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്?
ബാലൻസ് ആയിട്ട് തന്നിട്ടുള്ള പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് താഴെ തന്നിട്ടുണ്ട്. 31 മാർച്ച് 2005 4500 ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ട്രയൽ ബാലൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നല്ല, ജസ്റ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളൂ. കാരണം പർച്ചേസും സെയിൽസൊക്കെ മിക്സ് ചെയ്തിട്ടല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് തന്നെ ഹെഡിങ് കൊടുക്കുക, ബുക്സ് ഓഫ് എച്ച് ബെൽന ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ഇയർ എൻഡഡ് 31 മാർച്ച് 2005 എന്ന് കൊടുക്കുക. എന്നിട്ട് ഓരോ ഐറ്റംസും നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് കളിയിൽ എക്സ്പെൻസസ് അല്ലെങ്കിൽ ലോസ് വേണ്ട പെർട്ടിക്കുലേഴ്സ് കൊടുത്താൽ മതി. അടുത്ത കളിയിലും പെർട്ടിക്കുലേഴ്സ് കൊടുക്കുക. എമൗണ്ടുകളും 2 പെർട്ടിക്കുലേഴ്സ് എമൗണ്ടുകളും ഒരു സൈഡ് ഡെബിറ്റ് ആണ്, ഒരു സൈഡ് ക്രെഡിറ്റ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിൽ ഫസ്റ്റ് വരുന്ന ആയിട്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8000 രൂപ. പർച്ചേസ് റിട്ടേൺ ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസ് 22,000 എഴുതി. പർച്ചേസ് എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ട്, അതും നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. അത് 2500 കാണിച്ചു. പിന്നെ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കാണ് എവിടെ വരുന്ന ഐറ്റംസ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്. അതും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. 42,000 പിന്നെ 4,500 അത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു, കാണിച്ചു. ഈ പർച്ചേസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് എക്സ്പെൻസ് കാണിച്ചത്. ഇനി നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ 14,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് 14,000 കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് സൈഡിലേക്ക് കൊടുത്തിട്ടു. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഐറ്റംസ് നോക്കുക. സാലറീസ് ആൻഡ് വേജസ്, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്, ബാഡ് ഡെപ്റ്റ്, റെൻറ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, കമ്മീഷൻ പെയ്ഡ്, പിന്നെ സെയിൽസ് എക്സ്പെൻസസ്, റിപ്പയേഴ്സ്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണെന്ന് പഠിച്ച ഒരാൾക്ക് മനസ്സിലാവും, കണ്ടാൽ തന്നെ അതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, കാരണം കമ്പൈൻ ചെയ്തിട്ടല്ലേ വരച്ചിരിക്കുന്നത്, ഒരൊറ്റ കള്ളിയായിട്ട് വരച്ചാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആ ഐറ്റംസ് ഒക്കെ കാണിച്ചു. ഇവിടെ ഇൻഡയറക്റ്റ് ഇൻകംസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഒരു ഇൻഡയറക്റ്റ് ഇൻകം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. കാരണം കമ്മീഷൻ റിസീവ്ഡോ അതുപോലെ തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡോ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഐറ്റം നമുക്ക് അവിടെ കാണിക്കാനില്ല. വെറും ഗ്രോസ് പ്രോഫിറ്റ് മാത്രമേ കാണിക്കാനുള്ളൂ. ഇനി നമ്മൾ നോക്കുക, ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എവിടെ തന്നെയാണ്, അപ്പോഴും ക്രെഡിറ്റ് സൈഡ് തന്നെയാണ് കൂടുതൽ. കാരണം ഗ്രോസ് പ്രോഫിറ്റ് ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിലെ എല്ലാ ഐറ്റംസും നമ്മൾ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. എന്ന് വെച്ചാൽ രണ്ട് ബാലൻസ് ചെയ്ത് നോക്കുക. കൂടുതലുള്ള സൈഡിൽ നിന്ന് കുറവുള്ള സൈഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 4,200 രൂപ ഡെബിറ്റ് സൈഡ് കുറവാണെന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നെറ്റ് പ്രോഫിറ്റ് ആണ്. കാരണം ഡെബിറ്റ് അല്ലേ കുറവ്, നമ്മളുടെ വരുമാനം കൂടുതലും ചിലവ് കുറവാണ്. നെറ്റ് പ്രോഫിറ്റാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായി ആ 4,200 രൂപ അവിടെ കാണിച്ചു. അപ്പോൾ ഇത്രയാണ് ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോബ്ലം പഠിച്ചു. ട്രേഡിംഗ് അക്കൗണ്ട് മാത്രമുള്ള ഒരു പ്രോബ്ലം പഠിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മാത്രമുള്ള ഒരു പ്രോബ്ലം പഠിച്ചു. രണ്ടും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ് പഠിച്ചത്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കാണിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് സഹായിക്കാനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ അടുത്ത ക്ലാസ്സിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 ബുക്കല്ലേ പഠിച്ചത്. ഈ 3ാമത്തെ ബുക്കായിട്ടുള്ള ബാലൻസ് ഷീറ്റ് നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആ ബാലൻസ് ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റ് മാത്രമുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. അത് കഴിഞ്ഞ് കമ്പൈൻ ചെയ്തുള്ള പ്രോബ്ലംസ് ചെയ്യാം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഒരു 6 അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമേ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളൂ. 6 അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു 3 ക്ലാസ്സോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഫൈനൽ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എസ്സേ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.